ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കൂടുതലും ചെയ്ത ട്രാവലാണ് കേട്ടോ. ഒരുപാട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ചെയ്യുന്നത് ഒരു ചെറിയൊരു ഫ്രൂട്ട്സ് കട്ടിംഗ് ആണ്. കട്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാനിപ്പം വരുന്ന വഴിക്ക് പാപ്പനും കൂടെ വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് 2 പൈനാപ്പിളാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ 100 രൂപയാണ് വില. അപ്പം ഇതിൽ നിന്ന് വാങ്ങിച്ചു വന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ നല്ല ഉപ്പുണ്ട് കണ്ടോ, ഉപ്പുണ്ട്, മുളകുണ്ട്, പിന്നെ കാന്താരി മുളകുണ്ട്. കാന്താരി മുളക് ഞങ്ങൾ ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം ആവശ്യമുള്ളത് കാന്താരി മുളക് ഇടാം. ആവശ്യം എരിവ് കുറച്ചുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാം. കാരണം ഞാൻ കുറച്ചുകൂടെ ഈ എരിവ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചത് കേട്ടോ. പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റ്, ഇത് ഒരു കട്ട് ചെയ്യാനുള്ള സാധനം, അത് കട്ട് ചെയ്യാനുള്ള വേറൊരു പ്ലേറ്റ്, പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റ്, ഇതെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമുക്ക് ഞമ്മത് കട്ട് ചെയ്യാം. പിന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടി ഞാൻ ഇത് എടുത്തില്ല, എൻ്റെ ഞാൻ സൈഡിൽ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ നമ്മൾ കട്ട് ചെയ്താൽ ഇത് കുറച്ചുകൂടെ സ്ലൈസ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ മാക്സിമം അതിൻ്റെ ഈ സൈഡിലുള്ള എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിപ്പം ഞാനിത് ഫുള്ള് കട്ട് ചെയ്ത് കേട്ടോ. കട്ട് ചെയ്ത് വേസ്റ്റ് ബിന്നിലാക്കി. കാരണം നല്ല ഫ്രഷ് ആക്കിയിട്ടാണ്, നല്ല അടിപൊളി സാധനങ്ങൾ ഇല്ലേ. അപ്പം ഇത് നമുക്കിനി കട്ട് ചെയ്ത് സ്ലൈസ് ആക്കണം. അത് നിങ്ങൾക്ക് ഓർക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യണം. കണ്ടോ, ഇതാണ്. ഇപ്പം ഞാനിത് കട്ട് ചെയ്തു. നിങ്ങൾക്ക് സ്ലൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓർക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. ഞാനപ്പോൾ ആക്കിയതാണ്. ഇതാണ് ഈ സൈസിനാക്കിയിട്ടുണ്ടോ മനസ്സിലായി. അപ്പോൾ ഇത് ഞാൻ ഈ ബൗളിലിടാനുണ്ടോ, ഇതുപോലെ പീസായിട്ട് ബൗളിലിടാം. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യിച്ചാൽ നമുക്ക് അത് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കട്ട് ചെയ്ത് എടുക്കാം. ഇത് കുറച്ച് വലുതായിപ്പോയി, ഇത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പീസും കൂടെ കട്ട് ചെയ്യാം. കാരണം നമ്മളിവിടെ ഇപ്പോൾ ഒരു 3 പേരെ ഉള്ളു കേട്ടോ. അതുകൊണ്ടാണ് അത് ഫുള്ള് കട്ട് ചെയ്യാത്തത്. ഇത് ഞാൻ കുറച്ചുകൂടെ സ്ലൈസായി കട്ട് ചെയ്യാനുണ്ടോ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇതിൻ്റെ നടുക്കൂടെ ഒരു കട്ട് ചെയ്താൽ എളുപ്പമായിരിക്കും. കണ്ടോ, കണ്ടോ, ഈ സ്ലൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ടോ. ഇത് നേരത്തെ തന്നെ കുറച്ചുകൂടെ സ്ലൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയല്ലേ. അപ്പം നമുക്ക് ഈ ചൂട് സമയത്ത്, കാരണം നല്ല ചൂടാണ്, അപ്പം ആ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ. ഫ്രൂട്ട്സിന് എല്ലാ ദിവസവും കഴിക്കാൻ തുടങ്ങിയോണ്ടെങ്കിൽ നല്ല രസമാണ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കുറച്ച് ചേർക്കാം. കാരണം ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ്, കുറച്ച് മുളക്, ഞാൻ കുറച്ച് മുളക് കൂടുതൽ ചേർക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോക്കണ്ട. പിന്നെ അടുത്ത് അതിൻ്റെ കാന്താരി മുളകുണ്ട്. ഈ കാന്താരി മുളക് ഞാനിപ്പോൾ ഈ ഇതിലിട്ടാണ് ഇടിക്കുന്നത്. ഇടിച്ച് നമുക്ക് ഇതിൽ ചേർക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ. അപ്പം ഞാൻ കാന്താരി മുളക് ഇടിച്ച് കേട്ടോ. അപ്പം ഇതിൽ കുറച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ ഒരുപാട് മുളകായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഇതാണ്ടോ, കുറച്ചേ ഇടുന്നുണ്ടോ.
കാരണം ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലിവിടെ ഉള്ള കാന്താരി മുളകാണ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല. അല്ല, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ സ്ലൈസ് ആക്കിയിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. ഇതിപ്പം ചില കഷ്ണങ്ങളൊക്കെ കുറച്ച് വലുതായി പോയി കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ രണ്ടാമത് കട്ട് ചെയ്ത് കുറച്ച് ചെറുതായിരുന്നു. ഉപ്പും മുളകും ഒക്കെ എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ ഇത് നല്ലൊരു നമുക്ക് വൈകുന്നേരം വന്ന് കഴിക്കാൻ പറ്റിയൊരു ഇതാണ്. ഇപ്പം അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, അമ്മയ്ക്കും കൂടെ കൊണ്ടു കൊടുക്കാം. അപ്പം അമ്മേൻ്റെയും കൂടെ അത്രയും കൂടെ ചോദിക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കട്ട് ചെയ്തു, മിക്സ് ചെയ്തു, മുളകും ഉപ്പും എല്ലാം ഇട്ട് നല്ല മിക്സ് ചെയ്ത് നല്ല ആക്കി വെച്ചിരിക്കാം. ഇനി ഇതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുക. അപ്പോൾ ഈ സ്പൂണിട്ട് നമുക്കിതിനെ ഒന്ന് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കാം. ഇനിയിപ്പം നല്ലൊരു സ്പൂണുണ്ട്, ഇതിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. അമ്മ എങ്ങനെ ടേസ്റ്റ് പറയാൻ നോക്കാം. അമ്മ കഴിക്കാം. അതിന് കൈയ്യെടുത്ത് കഴിക്കണം, പിന്നെ അമ്മ ഇഷ്ടം പോലെ കഴിക്കാം. കഴിക്കണം, കൈയ്യെടുത്ത് കഴിച്ചാൽ മതി, ഇഷ്ടം പോലെ കഴിക്കണം. ഞാനിപ്പോ അമ്മയ്ക്ക് കൊടുത്തു, ഞാനൊന്ന് കഴിച്ചു പോകാം. സൂപ്പർ. അമ്മ പറഞ്ഞതല്ലേ, സൂപ്പറാണ് കേട്ടോ. ആവശ്യമുള്ള മുളകും ഉപ്പും ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫുഡ് ബ്ലോഗ്, കാരണം ഈ പൈനാപ്പിൾ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.